നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം സൈബർ ഇടങ്ങളിലേക്ക് കൂടി ബാധിക്കുകയാണ്. ആയുധങ്ങൾ കൊണ്ട് പരസ്പരം പോരടിക്കുമ്പോഴും സൈബർ ഇടത്തെ കൃത്യമായി ഉപയോഗിച്ചിരിക്കുകയാണ് ഇറാൻ. പേർഷ്യൻ ഗൾഫിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ നാവികസേന അംഗങ്ങളുടെ അതീവ രഹസ്യമായ വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിട്ടതായി ഇറാൻ ബന്ധമുള്ള സൈബർ ഗ്രൂപ്പായ ഹന്താല അവകാശപ്പെടുകയാണ്. ചൊവ്വാഴ്ച തങ്ങളുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ് ഹാക്കർമാർ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. 2379 സൈനികരുടെ പേരുകളും മറ്റ് വിശദാംശങ്ങളും തങ്ങൾ പ്രസിദ്ധീകരിച്ചതായി ഗ്രൂപ്പിന്റെ ടെലിഗ്രാം ചാനലിലൂടെ അറിയിച്ചു. തങ്ങളുടെ നിരീക്ഷണശേഷിയുടെ തെളിവായിട്ടാണ് ഹാക്കർമാർ ഈ വിവരങ്ങൾ ടെലിഗ്രാമിൽ പങ്കുവച്ചതെന്നാണ് ദ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനികരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന നിർണായക വിവരങ്ങളാണ് ഇത്തരത്തിൽ ചോർത്തപ്പെട്ടിരിക്കുന്നത്. ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് വാട്സപ്പ് വഴി ഭീഷണി സന്ദേശങ്ങളും എത്തുന്നുണ്ട്. തങ്ങൾ നിരീക്ഷണത്തിലാണെന്നും ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാമെന്നുമാണ് സന്ദേശങ്ങളിലെ മുന്നറിയിപ്പെന്ന് ഇറാഖ് ആസ്ഥാനമായിട്ടുള്ള ഷഫക് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൈനികരുടെ കുടുംബ വിവരങ്ങൾ, വീട്ടുപേരുകൾ, വിലാസങ്ങൾ എന്നിവയ്ക്ക് പുറമെ അവരുടെ ദിനചര്യകളെക്കുറിച്ചും സൈനിക നീക്കങ്ങളെക്കുറിച്ചുമുള്ള അതീവ രഹസ്യ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഹാക്കർ സംഘം അവകാശപ്പെടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന സൂചനയും അവർ ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. സൈനികരുടെ വിവരങ്ങളും അവരുടെ സ്ഥാനവും വെളിപ്പെട്ടത് ഉണ്ടാക്കിയേക്കാവുന്ന വലിയ അപകട സാധ്യതകൾ കണക്കിലെടുത്ത് ഈ സംഭവം അമേരിക്കൻ പ്രതിരോധ വകുപ്പിനുള്ളിലും വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. വിവരച്ചോർച്ച എത്രത്തോളം ഗുരുതരമാണെന്നും ഇത് സൈനിക പ്രവർത്തനങ്ങളുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നും വിലയിരുത്താനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ. ഈ വിവരങ്ങൾ എങ്ങനെയാണ് ഹാക്കർമാർക്ക് ലഭിച്ചതെന്നും മറ്റ് സംവിധാനങ്ങൾ കൂടി ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതിലേക്കുമായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രധാനമായും ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. FBI ഡയറക്ടർ ക്യാഷ് പട്ടേലിന്റെ വ്യക്തിഗത ഇമെയിൽ അക്കൗണ്ട് കഴിഞ്ഞ മാസം ചോർത്തിയതായും ഇതേ സംഘം പരസ്യമായി അവകാശപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ എന്ന് കരുതപ്പെടുന്ന ബയോഡേറ്റയും ഇവർ ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. തങ്ങൾ വിജയകരമായി ഹാക്ക് ചെയ്ത ഇരകളുടെ പട്ടികയിൽ ഇനി ക്യാഷ് പട്ടേലിന്റെ പേരും ഉണ്ടാകുമെന്ന് ഹന്താല ഹാക്ക് ടീം തങ്ങളുടെ വെബ്സൈറ്റിലൂടെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇറാനിയൻ ഹാക്കർ ഗ്രൂപ്പായ ഹന്താല അമേരിക്കയിലെ മിഷിഗണിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യശാസ്ത്ര സാങ്കേതിക കമ്പനിയായ സ്ട്രൈക്കറുടെ നെറ്റ്വർക്ക് കഴിഞ്ഞ മാസം ആക്രമിച്ചിരുന്നു. ഹന്താലയുടെ സൈബർ ആക്രമണത്തെ തുടർന്ന് സ്ട്രൈക്കറുടെ ഡേറ്റകൾ നശിപ്പിക്കപ്പെടുകയും നിരവധി ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഹന്താലയുടെ ആക്രമണം തുടക്കത്തിൽ ഡിജിറ്റൽ പേൾ ഹാർബർ അല്ലെങ്കിൽ സൈബർ 9/11 എന്നാണ് പ്രചരിക്കപ്പെട്ടത്. അതേസമയം നിലവിലത്തെ ആക്രമണത്തിന് ശേഷമുള്ള യഥാർത്ഥ അവസ്ഥ ഇനിയും എന്താണെന്ന് പൂർണ്ണമായി വെളിപ്പെടാനിരിക്കുന്നതേയുള്ളൂ. ഇറാനിയൻ ഹാക്കർമാർ നടത്തിയ ആക്രമണം യഥാർത്ഥത്തിൽ അത്ര വലിയ പ്രാധാന്യമുള്ളതായിരുന്നില്ല എന്നുമാണ് ചില റിപ്പോർട്ടുകൾ. ഡിജിറ്റൽ പ്രചാരണങ്ങൾക്കൊപ്പം ചില ചെറിയ സൈബർ തടസ്സങ്ങൾ മാത്രമാണ് ഇവർ സൃഷ്ടിച്ചതെന്നും പറയപ്പെടുന്നു. ഇത്തരം സംഭവങ്ങൾ സാധാരണ സംഭവങ്ങൾ എന്ന നിലയിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എങ്കിലും സൈബർ യുദ്ധമുറയിലൂടെ ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇതുവരെ ഇറാൻ സാധിച്ചിട്ടില്ല. യുക്രൈൻ അധിനിവേശത്തിന് മുമ്പ് റഷ്യയുടെ സൈബർ ആയുധ ശേഖരത്തെക്കുറിച്ചും ഇത്തരത്തിൽ പെരുപ്പിച്ചു കാട്ടിയിരുന്നു. എന്നാൽ ഇറാന്റെ സൈബർ ആക്രമണങ്ങൾ ഇതുവരെ ദുർബലമായിരുന്നു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഹാക്കിംഗ് വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. സമ്മർദ്ദം മുറുകുന്നതിനിടയിൽ ഇറാൻ തങ്ങളെ ബന്ധപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. ഭൗമരാഷ്ട്രീയ മത്സരങ്ങളിൽ സൈബർ പ്രവർത്തനങ്ങൾ എങ്ങനെ ഒരു പ്രധാന പോർമുഖമായി മാറുന്നു എന്നതിലേക്ക് കൂടിയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. പരമ്പരാഗതമായ സൈനിക നയതന്ത്ര മേഖലകൾക്കപ്പുറം വ്യക്തിഗത വിവരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വാർത്താവിനിമയ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യം വെച്ചുള്ള ഡിജിറ്റൽ ആക്രമണങ്ങൾ ആധുനിക സംഘർഷങ്ങളെ കൂടുതൽ സ്വാധീനിക്കുമെന്നും ഉറപ്പാണ്. ഈ വിവരച്ചോർച്ചയെക്കുറിച്ച് US നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ അത് സൈബർ പോരാട്ടങ്ങളിലെ വലിയൊരു മാറ്റത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. രാജ്യങ്ങളുമായി ബന്ധമുള്ള സൈബർ ഗ്രൂപ്പുകൾക്കോ അവരുടെ പ്രതിനിധികൾക്കോ സാധാരണ യുദ്ധമേഖലകൾക്ക് പുറത്തുവെച്ച് തന്നെ സൈനികർ അവരുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കാൻ കഴിയുന്ന തരത്തിൽ ഇടപെടാൻ സാധിക്കുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനായി സുരക്ഷാ വീഴ്ച സംഭവിച്ച VPN അക്കൗണ്ടുകളെയാണ് ഹന്താല പ്രധാനമായും ആശ്രയിക്കുന്നത്. മുമ്പ് കസ്റ്റം മാൽവെയറുകൾ, കൊമേഴ്സ്യൽ ടൂളുകൾ, സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഈ സംഘം കിൻഡർ ഗാർഡനുകൾ മുതൽ ന്യൂക്ലിയർ റിസർച്ച് സെന്ററുകൾ വരെയുള്ള നിരവധി ഇസ്രായേൽ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. കൂടാതെ കമാൻഡ് ആൻഡ് കൺട്രോൾ ആശയവിനിമയത്തിനായി ടെലിഗ്രാം ബോട്ട് പോലുള്ള സംവിധാനങ്ങളും ഇവർ പ്രയോജനപ്പെടുത്തിയിരുന്നു.